നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ വൈദികൻ, ധ്യാന ഗുരു, മറ്റാരുമല്ല ഫാദർ ജോസഫ് പുത്തമ്പുര. അച്ഛനെ JB ജംഗ്ഷനിൽ കൊണ്ടുവരണമെന്ന് അച്ഛൻ്റെ ഒരുപാട് ആരാധകർ ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് സന്തോഷമില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വൈകിയതിലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ ഞാനിവിടെ ആമുഖമായിട്ട് പറയായിരുന്നു, അതായത് ഒരു ക്രിസ്തീയ പുരോഹിതനാണെങ്കിൽ പോലും ഏവരാലും ബഹുമാനിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരച്ഛനെയാണ് നമ്മൾ JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. ഒരു സുഹൃതമാണ്, പുണ്യമാണ്. JB ജംഗ്ഷനിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും ഞാനിത് കാണുന്നൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ ആ സെറ്റപ്പും രീതികളും ഒക്കെ ഞങ്ങളെല്ലാം പല അച്ഛന്മാരൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ വിശ്വാസമൊക്കെ ആയിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു വലിയ സന്തോഷമുണ്ട് ഇതിൽ. അച്ഛന്മാർ വല്ലതും കുറ്റവും നമ്മളെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? അതാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന അച്ഛൻ്റെ നർമ്മമാണ്. കാരണം വെച്ചാൽ എല്ലാത്തിനെയും അതിൻ്റേതായ തന്മയത്വത്തോടെ, അതിൻ്റെ രസികത്വത്തോടെ കാണാൻ കഴിവുന്ന ഒരു വ്യക്തി. എങ്ങനെയാണ് അച്ഛനെ ഈ ഒരു നർമ്മത്തിൽ കിടന്ന് കടിച്ചു തുടങ്ങിയത്? കുട്ടിക്കാലം മുതൽ എനിക്ക് ഫലിതം ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ അടൂർ പാസിയുടെയും ബഹദൂറിൻ്റെയും സിനിമകൾ, അന്നത്തെ കാലത്തെ ഫലിത രാജാക്കന്മാർ, അങ്ങനെയൊക്കെ കാണുമായിരുന്നു. പിന്നീട് കഥാപ്രസംഗം കേൾക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. കഥാപ്രസംഗത്തിലുണ്ടല്ലോ ഒരുപാട് ഫലിതങ്ങൾ. അത് ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കഥാപ്രസംഗത്തിൽ സ്ഥിരമുണ്ട്. സമ്മാനം മേടിക്കുമായിരുന്നു. പഴയ കഥാപ്രസംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ചിലതൊക്കെ നമ്മുടെ ശാമ്പശിവൻ പറയുന്നത്, പിന്നെ കുണ്ടറ സോമൻ, ഡയലോഗ് വല്ലതും മനസ്സിലുണ്ടോ? അങ്ങനെ ഓർമ്മയില്ലെങ്കിലും ആ കൂടുതൽ അവർ പറഞ്ഞു പോകുന്ന ഫലിത രീതികളും അവതരണ ശൈലിയുണ്ടല്ലോ, അപ്പം അതിലുള്ള ഒരു ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ്. അതെ, അത് ഞാൻ പ്രസംഗത്തിലും അങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഒരു 2-3 മണിക്കൂർ കഥാപ്രസംഗം പോകുന്ന അറിയില്ലല്ലോ. അതുപോലെ പ്രസംഗമാണെങ്കിലും 2-3 മണിക്കൂർ ആൾക്കാരെ ഒരുപോലെ അങ്ങ് ഇരുത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ പുളിയിലെ തേങ്ങാപ്പീര പോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫലിതം, അപ്പം അത് ആകർഷകമായിട്ട് തോന്നി. അതിൻ്റെ അംഗീകാരം മലയാളി സമൂഹം തന്നു. പിന്നെ ഞാൻ അച്ഛനെ നേരിട്ട് കാണുന്നുണ്ട്. കാരണം അച്ഛനെ ടെലിവിഷനിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നേരിട്ട് കാണുമ്പോൾ അച്ഛൻ വളരെ സുമുഖനായി കാണപ്പെടുന്നു. ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. താങ്ക് യു. അതെ, ടെലിവിഷന് ആവാഹിക്കാൻ കഴിയാത്ത സൗന്ദര്യം എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുള്ളൊരു സന്തോഷമുണ്ട്. തമാശകൾ പലരും പറയാറുണ്ട്, അവർ പറഞ്ഞാൽ ശരിയാകാത്ത തമാശകൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അച്ഛൻ നല്ല ശരിക്ക് അതിനെ ഇങ്ങോട്ട് ഒന്ന് പെരട്ടിയെടുത്തിട്ട് നന്നായിട്ട് തരുമെന്ന്. ഇങ്ങനെ പലരും അച്ഛന് തമാശകൾ അയച്ചു തരാറുണ്ടോ? അയച്ചു തരും കേട്ടോ. പല കൂട്ടുകാരൊക്കെ ചില ഫലിതങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരയച്ചു തരും. അപ്പം അത് ഞാനിത് പറയുമ്പം അല്പം കൂടെ ഒന്ന് പൊലിക്കും എന്നും പറഞ്ഞു അങ്ങനെ തരുന്നവരുണ്ട്. പിന്നെ ചില ആൾക്കാർ തന്നെ ധ്യാനങ്ങളിലൊക്കെ കൂടിയിട്ട് അവർക്കറിയാവുന്നിരുന്ന് പറഞ്ഞു തരും, ഇത് അച്ഛനെ കൂട്ടിച്ചേർക്കാം. അപ്പം അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. പിന്നെ ഞാനത് എൻ്റേതായ ഭാവനയിലൊന്ന് അല്പം ഒന്ന് പൊലിപ്പിക്കും, ഒന്ന് ഇംപ്രവൈസ് ചെയ്യും, ഒന്ന് അതിലൊന്ന് മാറ്റം വരുത്തിയിട്ട് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അല്ലേ? അതാണ് ഫലിതം എപ്പോഴും നമ്മൾ ആ കോണ്ടസ്റ്റിലെ ക്ലിക്ക് ചെയ്യുള്ളൂ. ഫലിതമായിട്ട് തന്നെ പറയുമ്പോൾ അതങ്ങോട്ട് ശരിയാവുകയാണ്. ടൈമിംഗ് ആണ് പ്രധാനം. ടൈമിങ്ങും അതിൻ്റെ ഒക്കേഷൻ, അതല്ലെങ്കിൽ അത് പാളിപ്പോകും. തന്നെയല്ല, ഗ്രൂപ്പിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി വരണേ. നമ്മൾ ഓർമ്മയെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗ്രൂപ്പിനോട് പറയുമ്പം അവരുടെ ചിരിയും പ്രതികരണവും കാണുമ്പോൾ അറിയാതെ നമുക്ക് കയറി വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ ട്രൈ ആയിട്ടും അത് ചില സദസ്സ് വളരെ നിർവീര്യമാണ്, ഇങ്ങോട്ടൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചാലും. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അച്ഛനുണ്ടായിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ഗ്രൂപ്പിൽ തോന്നും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരും. എന്നാലും ചില കയ്യിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് മസിലൊക്കെ പിടിച്ചിരിക്കും. മസിൽ എടുക്കാനുള്ള ഒരു തന്ത്രം അച്ഛൻ്റെ കയ്യിലുണ്ട്. അത് പറഞ്ഞു വരും. ഒരാൾ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി വരും, നോക്കണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ ഏതാണ്ട് 16 വർഷമായിട്ട് അറിയാം. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കത്തോലിക്ക സഭയിൽ മാത്രമല്ല, ക്രൈസ്തവരുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിൽ പോലും അച്ഛനൊരു താരമാണ്. അച്ഛൻ ഹൈറേഞ്ചിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് അതിനുശേഷം എങ്ങനെയാണ് പൗരോഹിത്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അതുമാത്രമല്ല എങ്ങനെ കപ്പൂച്ചിൻ സഭയെ തിരഞ്ഞെടുത്തു, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
ഇദ്ദേഹം ഒരു ആരാധകനായിട്ടുള്ളൊരു വ്യവസായ പ്രമുഖനാണ് അതെ. അല്ലേ? ലൂണാർ ചപ്പൽസിന്റെ ഒരു പ്രധാനി. അപ്പോൾ അച്ഛൻ്റെ ഈ ചരിത്രമൊക്കെ ആൾക്കാർ പഠിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞു വരുന്നത്. ഇത് ഈ കൂട്ടത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷെ അച്ഛൻ ഈ കർഷക കുടുംബത്തിൽ ജനിച്ചു. മറ്റൊരുപാട് ആസ്പിറേഷൻസും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. ഒരുപാട് നിരാഹാരം കടന്നിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു ട്രാക്കിലേക്ക് വന്നു എന്നുള്ളതാണ് മൂപ്പർക്ക് അറിയേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അച്ഛനാകാൻ താല്പര്യമായിരുന്നു. കാരണം ചില നല്ല അച്ഛന്മാരെ കണ്ട് പരിചയം, അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് അത് അനുവദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. അപ്പം എന്നെ വിടാൻ മക്കളുടെ എണ്ണം കൂടുതലാണെങ്കിലാണ് ഒരാളെ ഒന്ന് നേർച്ച കൊടുക്കുന്നത് പോയേക്കാവുന്ന രീതി. അപ്പോൾ അത് എതിരായിരുന്നു. എനിക്ക് ഒരുപാട് പ്രസംഗത്തിന് അന്ന് ഒരുപാട് സമ്മാനം കിട്ടുമായിരുന്നു. പ്രസംഗം, കഥാപ്രസംഗം, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഹൈറേഞ്ചിൽ ഒരു കോളേജുണ്ട്, അന്ന് നരിയമ്പാറ എന്ന് പറയും, ഒരു മലമുകളിലെ കോളേജാണ്. അപ്പോൾ അവിടെ പഠിക്കുമ്പം അന്ന് ഇടുക്കിയിൽ വളരെ ശക്തമായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അവിടുത്തെ 2 MLA-മാരുണ്ട് സ്ഥലത്ത്. അപ്പോൾ അവർക്കെല്ലാം കൂടെ എൻ്റെ പ്രസംഗം ഇഷ്ടമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചു. അപ്പം ആൾക്കാർക്ക് രാഷ്ട്രീയ പ്രസംഗം ഇഷ്ടമായി. അന്നൊരു കത്തി കയറുന്ന ഒരു പ്രസംഗം വേറെ ശൈലിയായിരുന്നു. ഒരാൾ വരുന്നുണ്ട്, ഒരു രാഷ്ട്രീയ. അച്ഛനെ കുറിച്ച് കേട്ടറിഞ്ഞിടത്തോളം അച്ഛൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം ഏത് സംഘടനയായിരുന്നു എന്നത് വെളിപ്പെടുത്തിയിട്ടില്ല. അതേതുമാകട്ടെ, എവിടെ വെച്ചാണ് അതിൻ്റെ ടേണിംഗ് പോയിന്റ്, ആ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ നിയമപഠനം ഇതെല്ലാം നടത്തുമ്പോൾ ഒരു വൈദിക വൃത്തിയിലേക്ക്, സന്യസ്ത ജീവിതത്തിലേക്ക് തിരിയുന്ന ടേണിംഗ് പോയിന്റ് എവിടെയാണ്, എന്താണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പിന്നിൽ അച്ഛനെ നയിച്ച ചേതോവികാരം? സണ്ണി ജോസഫ് MLA ആണ്, പേരാവൂർ MLA ആണ്. സണ്ണി ആഗ്രഹിക്കുന്നത് അച്ഛൻ KSUവിന്റെ പേര് പറയുമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ KSC ആയിരുന്നു. പക്ഷെ KSU ആയിട്ട് സഖ്യത്തിലായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലഘട്ടത്തിൽ സഖ്യമായിരുന്നു. എങ്കിലും KSUവും KSCയും ഇടുക്കിയിൽ എന്ന് തുല്യമായിരുന്നു. അതുകൊണ്ട് എതിർപ്പുണ്ട്, അതിൻ്റെ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നു. അന്ന് ഈ 10 കഴിഞ്ഞ് അച്ഛനാകുമ്പോൾ ആഗ്രഹിച്ചു, നടന്നില്ല. പ്രീ ഡിഗ്രി പഠിച്ചു, രാഷ്ട്രീയത്തിലായി. രാഷ്ട്രീയത്തിൽ ശരിക്കും കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്, ഈ AK ആന്റണി കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് മത്സരിച്ചു. അന്നേരം പ്രസംഗിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടം തിരുവനന്തപുരം ബൈ ഇലക്ഷന് വേണ്ടിയായിരുന്നു. തലേക്കുന്ന് ബഷീർ മറ്റു രാജിവെച്ചിട്ട് കയറുന്നൊരു കാലമായിരുന്നു. വളരെ സജീവമായിരുന്നു. അപ്പം ആയിരുന്നു. മാണിസാറൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. നല്ല അടുപ്പമായിരുന്നു. മാണിസാറും കൂടുതൽ അടുപ്പം ഇടുക്കിയിലെ ആളായിരുന്നു. P. ജോസഫായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പിലായിരുന്നു പിന്നീട്. ഇല്ല, പിളർന്നപ്പോൾ ഞാൻ നിർത്തി. അതാണ് പറഞ്ഞു വരിക. ഇപ്പം നന്നായിട്ട് സജീവമായിട്ട് വരുന്ന സമയത്തായിരുന്നു പാർട്ടിയുടെ പിളർപ്പ്. പിളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മമിത്രങ്ങൾ 2 ഗ്രൂപ്പായി, ശത്രുക്കളായി. അപ്പോൾ എനിക്ക് ആ ഒരു രീതി ഒരിക്കലും ഇല്ല. ആ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു കാര്യം പറയും, പക്ഷേ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന രീതി വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രീയം പിളർന്നപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പാണ് ഈ പുത്തുപ്പുരക്കൽ അച്ഛനെ സൃഷ്ടിച്ചത് വേണമെങ്കിൽ. വീണ്ടും ആ പഴയ ആഗ്രഹത്തിലേക്ക് പോരാൻ കാരണം പാർട്ടിയുടെ പിളർപ്പ്. അല്ലെങ്കിൽ പാർട്ടി തന്നെ ഒന്ന് തുറന്നു പോകുമായിരുന്നു. ഒരാൾ വരട്ടെ. അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പരുവപ്പെടുത്തുന്നതിൽ അച്ഛൻ്റെ മലയോര ഗ്രാമത്തിലെ കർഷക ജീവിത പശ്ചാത്തലം ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ കട്ടപ്പന കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. കട്ടപ്പന കോളേജിൽ ചേർന്നപ്പോൾ അച്ഛൻ ശരിക്കും KSC കളിച്ചു, തോറ്റു. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും KSC പ്രവർത്തനമൊക്കെ അച്ഛൻ്റെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പാടെ ആവശ്യമില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ഒന്നാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ദേവപ്രസാദിൻ്റെ. അത് ഈ രാഷ്ട്രീയത്തിലൂടെ കിട്ടിയ നേട്ടം ഏത് ഗ്രൂപ്പിനെയും ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം തന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പ്രസംഗിച്ച് വളരാൻ സഹായിച്ചത് മിഷൻ ലീഗ് എന്ന് പറയുന്നൊരു സംഘടനയായിരുന്നു. പക്ഷേ വലിയ ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനും അത് ധൈര്യത്തോടെ ഏത് ഗ്രൂപ്പിനെയും നമുക്ക് അഭിമുഖീകരിക്കാനുള്ളൊരു വലിയ ധൈര്യം തന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഈ ഉഴപ്പുന്ന ഒരു ശൈലിയിലേക്ക് പോയില്ലെങ്കിൽ വ്യക്തിത്വത്തെ വളർത്താൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരുപാട് സഹായിക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം പഠിത്തവും ജീവിതവും അങ്ങ് നശിപ്പിക്കും. അപ്പം അവിടെയാണ് തകർച്ച. പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരുപാട് ആസ്പെക്റ്റ് ഇതിനകത്ത്. അച്ഛൻ വളരെ
രസകരമായ ഒരു പ്രസ്താവന. കേരള കോൺഗ്രസ് പിളർന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ വേണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ തലപ്പത്തുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ട് വേണമെങ്കിൽ മാറിയേനെ ആകാം. കാരണം എൻ്റെ ആകാമായിരുന്നു. ആകാമായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാരെ പിന്നീട് MLA ആയിത്തീർന്ന മാത്യു സ്റ്റീഫന്. അപ്പോൾ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ഒരു സീനിയോറിറ്റി അവകാശപ്പെടാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ രാഷ്ട്രീയത്തിൽ കയറാൻ നല്ല സാധ്യതയുണ്ടായിരുന്നു. നല്ലൊരു രാഷ്ട്രീയക്കാരനെ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ നല്ലൊരു ധ്യാനഗുരുവിനെ കേരളത്തിന് കിട്ടിയെന്ന് പറയാം. ഇന്നുള്ള വൈദികന്മാരെല്ലാം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണ് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ അവരെ ഒന്ന് ഉപദേശിച്ചുകൂടെ? അവർ പറയാൻ അവർക്കൊരു റീസണുണ്ട്. കാരണം ഒരു കോളേജിലാണെങ്കിൽ ഉഴപ്പും ബഹളവും തല്ലിയും തകർക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പം തലപ്പത്തിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രതികരണമാണ്. പിന്നെ രാഷ്ട്രീയത്തിലൂടെ നല്ല വ്യക്തിത്വങ്ങളിലൂടെ വളർന്നു വരുന്ന ചുരുക്കം പേരെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നല്ലവരുടെ നിശബ്ദതയാണ്. ഈ തല്ലിപ്പൊളി കാണിക്കുന്നവർ ഒത്തിരി ഷോ ആക്കി. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ രാഷ്ട്രീയത്തിൽ ഒത്തിരി നല്ലവരുണ്ട്. കറപ്ഷൻ കാണിക്കുന്നവരെ കണ്ടുവച്ച് പറയും രാഷ്ട്രീയക്കാരെല്ലാം കള്ളക്കാർ എന്ന് പറയും. എത്രയോ നല്ല വ്യക്തിത്വങ്ങളെ എനിക്കറിയാം പേഴ്സണലായിട്ട്. അങ്ങനെയുള്ളവരുണ്ട്. അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും നന്നായിട്ട് ഉയർന്നു വന്ന നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ SFIയിലും KSUവിലും KSCയിലൂടെയും വന്നവർ ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. അതേ സമയത്ത് ഏറും തല്ലും വഴക്കും കത്തിക്കൂത്തും നടത്തുന്ന ഒരു വലിയ രൂപമാണ്. ഞാൻ അത് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പലരും നല്ല രീതിയിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് നല്ല സ്വാഗതാർഹമായിട്ടുള്ള രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റും. ചിലർ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു പഴയ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു. SOയോട് പറയുന്നതാണ്. അല്ല, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തമാശയുടെ കാലഘട്ടമാണ്. കോളേജ് വിദ്യാഭ്യാസമല്ല. അപ്പം രാഷ്ട്രീയവും അതിന് ചേർന്ന് പോകുന്ന സകല കുട്ടികളൊക്കെ അന്ന് കാണുമല്ലോ. വല്ല പെൺകുട്ടികളും വല്ല പ്രണയ ലേഖനം വല്ല അയച്ചോ? ഈ പ്രസംഗത്തിന്റെ പാഠവും കഥാപ്രസംഗം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ സാധാരണത്തിൽ ക്യാമ്പസുകളിൽ ഒരു വീരപുരുഷനായിട്ട് പിന്നെ മാറിയപ്പോൾ പല ആൾക്കാരും പ്രേമാവിർത്തനങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതാണ്. വന്നിട്ടില്ല അന്ന് അതിനുള്ള അധിക ധൈര്യമില്ല അന്നത്തെ കാലം. ഇന്ന് എന്തിനും ധൈര്യമുണ്ട്. ഇന്ന് ഈ പിള്ളേർക്കെല്ലാം അപാര ധൈര്യം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാട്സപ്പ് എടുത്ത് ഒറ്റ പൂച്ച. നമുക്കത് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പല സംഭവം മാറിയേ പടം. തീർച്ചയായിട്ടും കാലം മാറുന്നതിന്റെ മാറ്റം വന്നു. പക്ഷേ ആരോ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ഒരു വളരെ പഴയ ഒരു സുഹൃത്ത് പറഞ്ഞു, വേദപാഠ ക്ലാസ്സിൽ അച്ഛനെ നിശബ്ദമായി പ്രണയിച്ചിരുന്ന ഒരു കാമുകി എവിടെയോ മൂലയിൽ ഉണ്ടായിരുന്നുവെന്ന്. സമയത്ത് പറയണ്ടേ? ഇനി എന്തായാലും അതിനെ കുറിച്ച് പറയാൻ വരണ്ട, അത് കഴിഞ്ഞിരിക്കുന്നു. അച്ഛന് ഈ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? എന്താ കാരണം വെച്ചാൽ രണ്ട് മക്കള്, സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, പിതാവിനും. അപ്പോൾ ആ സമയത്ത് ഈ വൈദിക വൃത്തിയിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ആൾക്കാർക്കൊരു അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഏത് ടേണിംഗ് പോയിന്റില്ല അച്ഛന്? അതേ ഞങ്ങൾക്ക് ഈ പള്ളിയില്ല അൾത്താര ബാലന്മാരെന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം അന്ന് അച്ഛന്മാരും അവർക്ക് ഞങ്ങളൊക്കെ ഈ മലയോര ഗ്രാമപ്രദേശമാകുമ്പം പള്ളി കേന്ദ്രീകരിച്ചാണ് ആക്ടിവിറ്റീസ് അല്ലാതെ കുടുംബങ്ങളുടെയൊക്കെ ഒരാളുടെ ഉയർച്ചയിലും വളർച്ചയിലും വലിയ സ്വാധീനം നടത്തുന്നത് ഗ്രാമമേഖലകളിൽ നിന്നും വൈദികരും സിസ്റ്റേഴ്സിൻ്റെയും റോളുണ്ട്. അപ്പം അവരെ ഇഷ്ടപ്പെട്ട കുട്ടികൾ അല്പം സാമർഥ്യം ഉണ്ടെന്നു കഴിഞ്ഞാൽ അവരെ വളർത്താൻ നോക്കും. അപ്പോൾ എഴുതി തന്ന പ്രസംഗം കാണാപ്പാടം പറയിപ്പിച്ച് പഠിപ്പിക്കും. അങ്ങനെയൊക്കെ വന്നപ്പം അവരിൽ ഒരാളാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് മങ്ങിപ്പോയി. വീണ്ടും രാഷ്ട്രീയത്തിൻ്റെ തകർച്ച. പിന്നീട് ഞാൻ കുറച്ച് നാൾ വടക്കേണ്ടിയിലായിരുന്നു, ഇവിടെ ഗുജറാത്തിലായിരുന്നു. ചില സഹവൈദിക അച്ഛന്മാരുടെ സ്വാധീനത്തിൽ പോയതാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പഠിക്കാൻ പോയതാണോ? വെറുതെ രാഷ്ട്രീയ പിളർപ്പ് വന്നപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ നിരാശരായി പോയി. രാഷ്ട്രീയത്തോടുള്ള വിരക്തി, മനസ്സിലുണ്ടായ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു ഇഷ്ടക്കേട്, ഒരു താല്പര്യക്കുറവ്, അത് പണ്ടത്തെ ഓർമ്മ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും തോന്നി എന്തുകൊണ്ട് ഒരു വൈദികനായിട്ട് ചെയ്തുകൂടാ ഈ രീതി. അപ്പം പ്രസംഗം ടേസ്റ്റ് ആയതുകൊണ്ടും കട്ടപ്പനയിൽ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമമുണ്ട്, കപ്പൂച്ചിൻ ആശ്രമം. അപ്പം അത് കേന്ദ്രീകരിച്ചാണ് പ്രസംഗത്തിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സന്യാസ സമൂഹത്തിലേക്ക് പോയത്. അങ്ങനെ ശരിയായിരുന്നു. അതുകൊണ്ട് ചില പിള്ളേർ പറഞ്ഞു കേട്ടോ, നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയുന്നത് ഈ കാപ്പിപ്പൊടി കളറുള്ളതുകൊണ്ട്. അത് ക്രിസ്തോസ്റ്റൻ തിരുമേനി ഇട്ടൊരു പേരാ. ഒരു മീറ്റിങ്ങില്ലേ കാപ്പിപ്പൊടി അച്ഛ എന്ന് വിളിച്ചു. അത് പിന്നെ മീഡിയയിലങ്ങ് പടർന്ന് അങ്ങനെ പേര്. മാത്രമല്ല അച്ഛനെ കുറിച്ച് അച്ഛൻ തന്നെ മീഡിയയിൽ വൈറലാണ്. ചില ആൾക്കാർ വിളിക്കുന്ന വൈറൽ ഫാദർ അച്ഛന്മാരെ കുറിച്ച് പറയാറുണ്ട്. അച്ഛനായി ആദ്യത്തെ ഒരു 3-4 വർഷക്കാലം അച്ഛന്മാർ റവറൻ ഫാദേഴ്സാണ്. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ വൈറൽ ഫാദേഴ്സാന്ന് പറയും. അങ്ങനെ വൈറൽ അച്ഛനായിട്ട് അച്ഛനെന്തായാലും വയറൊന്നും ഉണ്ടായില്ല. പഠനത്തിന്റെ കാര്യത്തിൽ അച്ഛനിടയ്ക്ക് നിയമോടനത്തിലേക്ക് പോയി അല്ലേ? ഒരാൾ വരുന്നുണ്ടോ? നമ്മൾ പഠിച്ച
കേരള ലോ അക്കാഡമി ലോ കോളേജ് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ വന്ന് ഞാൻ ആദ്യം എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു പ്രായമുള്ള ചേട്ടൻ, വലിയ വെൽ ഡ്രസ്ഡ് ഒന്നുമല്ല. അങ്ങനെയാണ് അച്ഛനുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത്. ആ കാര്യം അച്ഛൻ്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അച്ഛന് എനിക്ക് ഈ നിമിഷത്തിൽ ചോദിക്കാനുള്ളത്, ഇത്തരം ഈ കാഴ്ചപ്പാടുകളും ഈ ഇന്ന് ഉള്ള ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രാപ്തി എല്ലാം ഉണ്ടായത് ഈ LLB പഠനത്തിൽ കൂടെയാണോ? LLB സ്വാധീനിച്ചോ അച്ഛനെ? അത് ഞാൻ അച്ഛനായി കഴിഞ്ഞ് ട്രിവാൻഡ്രത്തായിരുന്നു ആദ്യം അപ്പോയിൻമെൻറ്റ്. അത് 1994. അപ്പോൾ അവിടെ ഞങ്ങളുടെ സഭയുടെ ഒരു അധികാരി വന്നപ്പം ചോദിച്ചു എന്തെങ്കിലും വേണമെങ്കിൽ പഠിക്കണേ പഠിച്ചു. അപ്പം പണ്ട് രാഷ്ട്രീയത്തിലായിരുന്നു. ഇപ്പം ഈ സീനിയേഴ്സ് ഒത്തിരി പേരും അഡ്വക്കേറ്റ്സ് ആയിരുന്നു. ഈ GV അബ്രഹാം ഒരുപാട് പേര്. അന്നേരം അവർ ഓർമ്മ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഓർത്ത് ഇന്നത്തെ കാലത്ത് അല്പം നിയമം അറിയുന്നത് നല്ലതാണല്ലോ സഭയ്ക്കും സമൂഹത്തിനൊക്കെ ആയിട്ട്. അങ്ങനെയാണ് 96 ചേരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ സായാഹ്ന കോഴ്സ് പൂർത്തിയാക്കിയതായിരുന്നു. അപ്പം അതുകൊണ്ട് വന്നൊരു ഗുണം ഈ പറയുന്ന കാര്യങ്ങൾ അല്പം കൂടി ഒരു ആധികാരികത സൃഷ്ടിക്കാൻ LLB സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കാണേലും എല്ലായിടത്തും ഒരു സ്വാധീനവുമുണ്ട്. എവിടെ ഇന്ന് അഡ്വക്കേറ്റ്സുമാർ കൂട്ടുകാരുണ്ട്, കുടുംബ കോടതി ജഡ്ജിമാരുണ്ട്. ഭാര്യയ്ക്ക് നമുക്കാണെങ്കിൽ ഒരു പാവപ്പെട്ട കേസ് ഇപ്പം ഞാനിപ്പം ഒത്തിരി പേരെ സഹായിക്കാറുണ്ട്. അത് ഫീസ് മേടിച്ചല്ല. ഇപ്പം ജോസഫിന് ഇപ്പം അഡ്വക്കേറ്റ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ചില കേസ് ഞാൻ കൊടുക്കും. എൻ്റെ അടുക്ക് ചില കുടുംബ കേസാകാം, ഡൈവോഴ്സ് കേസാകാം. അപ്പം പരിചയപ്പെടുത്തി കൊടുക്കും. അവരെ ഞാൻ പറയുന്നതാകുമ്പം അമിതമായ ചാർജൊന്നും മേടിക്കാതെ കരുണയോടുകൂടി കേസ് ഡീൽ ചെയ്യും. അങ്ങനെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ കൂട്ടുകാരച്ഛന്മാരെന്നെ പലരും വിളിക്കുന്നത് പീസില്ലാ വക്കീൽ എന്ന് വിളിക്കുന്നവരുണ്ട്. ചിലരെന്നെ വിളിക്കുന്ന അമ്മായിയപ്പൻ എന്നാണ്. അമ്മായിയപ്പൻ ഇംഗ്ലീഷിൽ പറയുമ്പം ഫാദർ ഇൻ ലോ. അപ്പം അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുമുണ്ട്. ആ രീതിയിൽ ഒരു ആധികാരികത കിട്ടാനായിട്ട് സഹായിച്ചു. കുറച്ചും കൂടി ഒരു ധാരണ, അതുപോലെ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വരട്ടെ. എങ്ങനെയുള്ള വീടാ നരകം? ക്ഷിപ്രകോപമുള്ള ഭർത്താവ്, തെറിക്കുത്തരം മുറിപ്പത്തെന്ന് പറഞ്ഞ് എടുത്തു ചാടുന്ന ഭാര്യ, കോപിക്കുന്ന ദമ്പതികൾ, എടുത്തു ചാടി ബഹളം വെക്കുന്ന ദമ്പതികൾ. ആ വീട് ഒരു നരകം. നരകത്തിലെ കഥാപാത്രങ്ങളായിരിക്കുക കാലൻ, പിശാച്, ശവങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും, കണ്ണിച്ചോല്ലാത്ത കാലൻ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഭർത്താവ് ഭാര്യയെ വിളിക്കും, വൃത്തിയില്ലാത്ത മുതുപിശാച് പെരയ്ക്കാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മക്കളെ നോക്കി പറയും, അയൽവക്കത്തെ മക്കളും മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക, നിങ്ങൾ കാലിനെ കണ്ടിട്ടുണ്ട്? എന്ത് ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം കൊണ്ടുവരും. പിശാചോ കറി വർത്തിക്കൊണ്ടിരിക്കുന്നു, തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഈ പ്രസംഗ രീതി ക്രൈസ്തവ വിഭാഗക്കാർക്ക് മാത്രമല്ല മറ്റെല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാറില്ല, അച്ഛാ ഒന്ന് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് 1-2 വാചകം പറയണം, മറ്റ് വിഭാഗക്കാരും കൂടെ പറയാറില്ലേ? ഉണ്ടുണ്ട്. മറ്റേ ക്രിസ്തീയ സഭകൾ എല്ലാവരും തന്നെ വിളിക്കാറുണ്ട്. SNDPയുടെ ഒരുപാട് യോഗങ്ങളിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ചില സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. അത് നാട്ടിലും വിദേശത്തും അവരിങ്ങനെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. ഈ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളിലെല്ലാം കുടുംബമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫാമിലി വിട്ടിട്ടൊരു കളി അച്ഛനില്ല. എന്താ കാരണം വെച്ചാൽ വലിയ ഗഹനമായ കാര്യങ്ങളൊന്നും അല്ല അച്ഛൻ പറയണത്. അച്ഛൻ വളരെ ചെറിയ കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത്ര സർജിക്കലായിട്ട് ഈ ഫാമിലിക്ക് ഉള്ളിലുള്ള ഈ തരംഗങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വേറെ ആളുണ്ടോ സംശയമുണ്ട്. അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനൊരു ചോദ്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കിയത് എന്നുള്ളത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. വൈവാഹിക ജീവിതത്തിലെ ആ ബന്ധങ്ങൾ അച്ഛൻ എങ്ങനെ മനസ്സിലാക്കുന്നു? പ്രാക്ടിക്കലായിട്ട് അച്ഛൻ ഇല്ലല്ലോ. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് മാത്രം അറിയാവുന്ന അച്ഛൻ ഒരു പ്രാക്ടിക്കലായ അറിവുള്ളവരെക്കാൾ കൂടുതൽ ശക്തമായും വ്യക്തമായും ഈ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയെന്ന് അച്ഛൻ സമൂഹത്തോട് പറയണം എന്നാണ് എൻ്റെ ചോദ്യം. ജോർജിൻ്റെ ഒരു ഞങ്ങൾ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുള്ള ജോർജ് രാഷ്ട്രീയത്തിൽ പള്ളി ധ്യാനങ്ങളും ബൈബിള്, കരിസ്മാറ്റിക് അങ്ങനെ ധാരാളം പേരുന്ന ഒത്തിരി ഉണ്ട് സമൂഹത്തിൽ. അതേസമയത്ത് പ്രശ്നങ്ങൾ എല്ലാം കുടുംബത്തിലാണ് കിടക്കുന്നത്. ഇപ്പം എന്നെ കാണാൻ വരുന്നവരും ഭൂരിപക്ഷം പേരും കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള ഒരു ഉത്തരം കൊടുക്കാതെ നമ്മൾ ധ്യാനങ്ങളോ മറ്റ് പ്രോഗ്രാമൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ഒരു വൈകാരിക തൃപ്തി കാണും. പക്ഷേ ബേസിക് പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ വരുന്നില്ല. അത് പറഞ്ഞെങ്കിൽ കുടുംബത്തിൽ തന്നെ നമ്മൾ സമയം ഇരുന്ന് ചെലവഴിക്കണം. പൊതുവേദികളിൽ നമ്മൾ കുറച്ച് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അപ്പം അങ്ങനെയുള്ള ആയിരങ്ങളുടെ കേസുകൾ ജാതിമത ഭേദമന്യേ വരാറുണ്ട്.
ഉപദേശം ചോദിച്ചും കാര്യങ്ങൾ ചോദിച്ചുമൊക്കെ. അപ്പം അങ്ങനെ വരുമ്പം ഓരോരുത്തരുടെ ഇഷ്യൂസ് ഓരോന്നാണ്. അങ്ങനെ കേട്ട് സ്റ്റോറി ചെയ്ത ഒത്തിരി എണ്ണം മനസ്സിലുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പ്രസംഗങ്ങൾ പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പം അതെല്ലാവർക്കും തോന്നും, അത് എനിക്കുള്ള മെസ്സേജായിട്ട് ആൾക്കാർക്ക് തോന്നും. കാരണം ഒരാൾ കേൾക്കുന്നത് പലരുടെയും കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഈ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഇല്ലാത്ത തിയറിയിൽ പറയാൻ പറ്റും. ഒരു കണക്കിന് പിന്നെ ഒരു കുടുംബത്തിലെ പ്രശ്നത്തെക്കാളും 10,000 കുടുംബത്തിലെ പ്രശ്നങ്ങൾ കേൾക്കുന്നതുകൊണ്ട് പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ തന്നെയും പ്രാക്ടിക്കൽ കിട്ടിയ ഒരാളെക്കാളും കൂടുതൽ ധാരണയുണ്ട്. തീർച്ചയായിട്ടും. അച്ഛൻ ഓരോ ആൾക്കാർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛന് ഇത് എന്തോന്നാ ഈ ജന്തുക്കളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവില്ല. ഒരു മുഷിപ്പ് അനുഭവപ്പെടുമോ? മുഷിപ്പല്ല, നമുക്ക് ഈ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ട് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ഓർത്തുകൊണ്ട് വരുന്നതാണ്. അപ്പം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരാൾ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടേതായ ചുറ്റുപാടുകളിൽ പറയാൻ ചിലപ്പം ഫ്രീഡം കാണുകയല്ല, അറിയുമല്ലോ. അപ്പോൾ അവർ രഹസ്യത്തിന് വേണ്ടിയാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഓരോന്നിനും എന്ത് ഉത്തരം കൊടുത്ത് സഹായിക്കാം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പം ആ ഒരു ചിന്തയെ മനസ്സിൽ വെക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് മുഷിയുന്ന മണിക്കൂറുണ്ട്, 3-4 മണിക്കൂറൊക്കെ ഒരേ ഇരുപിരിക്കുമ്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനൊരു സന്തോഷമുണ്ട്. ഒരു കുടുംബ കോടതി വന്ന് പിരിയാൻ തീരുമാനിച്ചവർ പുറത്ത് വന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പോയി. അതുകൊണ്ട് അവരെനിക്കൊരു സമ്മാനം തന്നത് ഒരു നല്ല ബാഗാണ്. അപ്പോൾ അച്ഛൻ എവിടെ യാത്രയ്ക്ക് ഇതേ കൊണ്ടുപോകും, അവൾ പോകുമ്പം ഞങ്ങളെ ഓർത്തോണം, ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ ഈ ബാഗ് അച്ഛനെ പ്രേരിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പം അതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബോറടി തോന്നിയാലും ഒരു പരിഹാരം കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്കത് ഏതൊരാളൊരു അലമാര സമ്മാനിച്ചു എന്നാരോ പറഞ്ഞു കേട്ടി. അത് ഒരു രസം. അത് ഒരു കേസ്, ഭർത്താവും ഭാര്യയും. ഇവനൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അവനെ ദേഹത്ത് ഭാര്യയ്ക്ക് തൊടാൻ പറ്റിയത്. തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ ദേഹം ഫ്രീസറിലെ വെള്ളം പോലെ അങ്ങ് തണുക്കും. അപ്പോൾ ഉച്ച മുതൽ താടി വരെ തൊടാം, വേറെ എവിടെ തൊട്ടാലും അവന് പ്രശ്നമാണ്, വലിയ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ചേട്ടാന്ന് വിളിക്കണമെങ്കിൽ സ്പൂൺ കൊണ്ടോ പോർക്കൊണ്ടോ തോണ്ട, വെള്ളം തൊടാൻ പറ്റിയല്ല. അപ്പം അങ്ങനെ വന്നു. 10 ദിവസം പറഞ്ഞ് കേസ് തീർത്തു. അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുമല്ലോ, കാര്യങ്ങൾ ഇവൻ്റെയാണല്ലോ കുഴപ്പവും. തീർത്ത് കഴിഞ്ഞപ്പോൾ 50,000 രൂപയുടെ ഗോദ്രജിൻ്റെ ഒരു അലമാരി ഇരിപ്പുണ്ട് വലിയ. അവൻ പറയുന്നു നിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ വെച്ചിട്ട് പോകണം. അവൾ പറയുന്നു ഒന്നും ഓർമ്മയ്ക്കായിട്ട് വെക്കാൻ പറ്റിയല്ല, ഇതും കൊണ്ടുപോകും. പറഞ്ഞ് 2 ദിവസം അലമാരി വേണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് എൻ്റെ ആശ്രമത്തിലേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞ് രാവിലെ പത്രമൊക്കെ വായിച്ചിരിക്കുമ്പം എൻ്റെ മുറിയുടെ വാതിക്കൽ ഒരു മിനി ലോറി പുറത്ത് അലമാര, പെണ്ണിൻ്റെ അപ്പൻ, 3 ചുമട്ടുകാർ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെന്നെ അന്നേരം പറഞ്ഞു, അച്ഛൻ പ്രതിഫലമൊന്നും മേടിക്കാതെ ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, അലമാരി ഞങ്ങൾക്കും വേണ്ട അവനും വേണ്ട, അച്ഛൻ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അതിറക്കി വെച്ചിട്ട് പോയി. കൂടെയുള്ള അച്ഛന്മാർ കുർബാനക്കുപ്പായി നോക്കുന്ന അലമാരി ഡൈവോഴ്സ് എനിക്ക് കിട്ടിയ ഒരു പീസാണ്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള കൊച്ചു കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഡൈവോഴ്സ് തന്നെയാണ് വേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? കാരണം ഒരു അച്ഛൻ്റെ ഒരു ഭക്തിപരമായ ഉപദേശം പോരാ, അല്ലെങ്കിൽ ഒരു ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഉപദേശം പോരാ. അത് നിയമപരമായ ഒരു നടപടി ഇല്ലെങ്കിൽ അത് ഉപദേശിച്ചവരെ വെട്ടിപിടിക്കാം. ചിലർ ഭയങ്കര പ്രശ്നത്തിൽ വന്നിട്ട് പൊക്കോ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടു, പിന്നീട് വെട്ടുകൂത്തും ഉണ്ടാവും. ആര് കാരണമാണ് വിട്ടത്? ഈ അച്ഛനാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പ്രതിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിയമപരമായി കോടതി തന്നെ, ഞാൻ തന്നെ ചില അഡ്വക്കേറ്റ്സിന് ഇവരുടെ കേസ് ഡീൽ ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പിരിക്കണമെന്ന ആഗ്രഹത്തിലല്ല, ഏതെങ്കിലും രീതിയിൽ കോടതിയുടെ കൗൺസിലിംഗിലും വന്നെങ്കിലും പൊരുത്തപ്പെട്ടാൽ പൊട്ടോട്ട്, അല്ലെങ്കിൽ അവരുടെ വഴിക്ക് പോകുന്നതാണ്. പക്ഷെ അന്നേരം മനസ്സിൽ സംഘർഷം ഉണ്ടാവില്ല അച്ഛൻ. എന്താ കാരണം വെച്ചാൽ ദൈവം ഒന്നിച്ചവരെ മനുഷ്യൻ പിരിക്കാൻ പാടില്ലെന്നൊക്കെ അല്ലേ പറയുന്നത്? അങ്ങനെയൊക്കെ അല്ലേ അച്ഛന്മാർ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഒരു ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും അല്ല, ഉണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് മേലെ നമ്മുടെ റേഞ്ചിന് അപ്പുറത്തേക്ക് പോയി. ഇപ്പോൾ ഒരു ആരംഭകാല കേസാണെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞാൽ തീരുന്ന പലതും. ഇത് മാരക രോഗം ഒത്തിരി നാളുകൾ കഴിഞ്ഞ് ഭയങ്കരമായ പ്രശ്നമാണ്. സംശയരോഗമാകാം, അല്ലെങ്കിൽ ബേസിക് ഇഷ്യൂ, അവന് വേറൊരു ബന്ധം, അവൾക്ക് വേറൊരു ബന്ധം, അതിൻ്റെ പേര് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ഇതൊക്കെ വരുന്നപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞാൽ തീരെയല്ല. ഈ സംശയരോഗം വല്ലാത്തൊരു രോഗമാണല്ലേ? അതെ അതെ. വരട്ടെ. ഒരു ഭർത്താവിൻ്റെ ഉറപ്പ് അവൻ്റെ ഭാര്യ, ഒരു സ്ത്രീയുടെ ഉറപ്പ് അവളുടെ ഭർത്താവ്. എന്തു കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ ദൈവം തന്നതാ. ഒരിക്കലും സംശയിക്കരുത്, സംശയത്തിന് വിത്ത് വീടരുത്. സംശയം പണ്ടേ തുടങ്ങിയതാ. പർദീസായിൽ ആദ്യ രാത്രി 12:30 ആദം കൂർക്കം പിടിച്ച് കിടന്നുറങ്ങുമ്പം ആദത്തിൻ്റെ വയറേ കൂടെ ചൂലഴിയുന്ന പോലെ എന്തോ ഒന്ന് കയറി പോന്നു.
ആദം ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പം ഔവായുടെ മുടി ആദത്തിൻ്റെ വയറെ കൂടെ ഒലഞ്ഞ് കയറി പോണതാ. ആദം ചോദിച്ചു, എന്നതാടി രാത്രി തപ്പുന്നത്? ഉടനെ അവളൊരു മിണ്ടാതെ കിടക്ക, മനുഷ്യ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വേറെ വല്ല എല്ലും പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. അപ്പം അന്നേ ആരംഭിച്ചെന്നാ പറയുക. അപ്പം എന്നുകൊണ്ട് ഈ സംശയത്തിൻ്റെ വിത്ത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ എന്നും നമ്മൾ കാണും. ഈ സംശയത്തിൻ്റെ വിത്ത് ഏതെല്ലാം വിധത്തിലാണ് കേരളത്തിൽ കാണിച്ചാൽ ആണുങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പം പെരയ്ക്കകത്ത് വട്ടം ചുറ്റി നോക്കുക, വല്ല സിഗരറ്റ് കുറ്റി നീറി കിടപ്പുണ്ടോ, ബീഡി കുറ്റി അണഞ്ഞു കിടപ്പുണ്ടോ, ബെഡ്ഷീറ്റ് മടങ്ങിയാണോ ചുരുണ്ടാണോ കിടക്കുന്നത്, ഏതെല്ലാം ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുകൊണ്ട് കൂടിയ വർഗം. ഭർത്താവ് വന്ന് ഷർട്ട് ഊരി ഹാങ്കറെ കൊളുത്തിയിട്ടപ്പം അവൾ പെരുവെല്ല് കുത്തി തവളയാട്ടം ചാടി ചാടി ഷർട്ടെ വലിഞ്ഞു നോക്കുക, വല്ല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ. കറുത്തതാണെങ്കിൽ ബോംബ് സ്ഫോടനം, വെളുത്തതാണെങ്കിൽ സഹിച്ചേക്കാം. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് കറുത്ത മുടി, ആഹാ ഏത് പെണ്ണിൻ്റെ പുറകെയാടോ താൻ പോയത്. രണ്ടാം ദിവസം വെളുത്ത മുടി, കൊള്ളാവല്ലോ കിളവിമാരെ വെറുതെ പിടിയാലല്ലേ. മൂന്നാം ദിവസം നോക്കിയപ്പോൾ ഒരു മുടിയില്ല, അമ്പടാ കള്ള എന്നെ പറ്റിക്കാവുന്ന കരുതിയല്ലേ. ഏത് കഷണ്ടിക്കാരിയുടെ കൂടെ ആടോ താൻ പോയത്. ഇതാണ് ലോകമെന്ന് പറയാ. അപ്പൊ അവിടുന്ന് ആരംഭിക്കുന്നത് ഈ സംശയരോഗമാണ് ഒരുപാട് ബന്ധങ്ങളെ തകർക്കുന്നത്. അതെ, അത് ഈ സംശയം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഡ്രസ്സെല്ലാം അലക്കിക്കൊണ്ട് കൊടുത്തപ്പം അവൻ്റെ വയലൊരു കുത്തും കൊടുത്തു. എന്നാടി കുത്തിയെന്ന് ചോദിച്ചു. തനിക്ക് ഞാൻ തരാത്തതൊന്നുമില്ല, സ്നേഹം തന്നു, പക്ഷേ താൻ വേറെ ഏതോ പെണ്ണുങ്ങളെ പ്രേമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനടി ചോദിച്ചു. തൻ്റെ പോക്കറ്റിൽ നിന്നൊരു പെണ്ണിൻ്റെ പേര് എന്നാടി ചോദിച്ചു. എന്നാലും പറഞ്ഞു, ആരാടോ ഈ ഹേമ? ഹേമയോ? തൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പേരാണല്ലോ ഹേമ. ആരാ? പണ്ടവരടി പൊട്ടി ടൗണിൽ ചെന്നപ്പം കുതിരകളുടെ പന്തയോട്ടം, ഒരു കുതിരയുടെ പേരാണ് ഹേമ. അതിന് പേര് 10,000 രൂപ ഞാൻ പന്തയം വെച്ചു, പേര് മറക്കാതിരിക്കാൻ ഇത് പേര് കുറിച്ചിട്ടതാ. അവിടെ പറഞ്ഞു, സോറി ഞാനടുത്ത ഏതോ പെണ്ണ. പിറ്റേ ദിവസം രാവിലെ കടുങ്കാപ്പി കൊടുത്തിട്ട് കവിളിലൊരു കുത്ത്. എന്നാടി കുത്തിയെന്ന് ചോദിച്ചു. അതേ തൻ്റെ പന്തയക്കുതിര വെളുപ്പിനെ 5:15 എന്നെ ഫോൺ വിളിച്ചായിരുന്നു. ഇതാണ് വിഷയം. അപ്പോൾ ഉണ്ടാകാതിരിക്കാനും വേദി ഉണ്ടാക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില ആണുങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ച കാണാറുണ്ട്. ഇനിയിപ്പോൾ ഈ കള്ളം ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ അച്ഛൻ്റെ ഓൾറെഡി പുറത്തു വിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇപ്പോൾ കുടുംബബന്ധത്തിൽ ഇപ്പം അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്ത് ആണുങ്ങളെ കുറിച്ച് കുറേ തമാശ പറയും, പെണ്ണുങ്ങളെ കുറിച്ച് കുറേ തമാശ പറയും. ഇതിൽ അച്ഛൻ്റെ പക്ഷം ആരുടെ കൂടെയാണ്? ആരോടെങ്കിലും പ്രത്യേകിച്ചൊരു ചായവുണ്ടോ? അങ്ങനെ ചായവില്ല. ചില കൗൺസിലിങ്ങിൽ നമ്മൾ പെണ്ണിൻ്റെ പക്ഷമാവും, ചില സമയത്ത് ആണുങ്ങളുടെ പക്ഷമാവുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തോടെ ഒത്തിരി വായിക്കും, ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രങ്ങൾ വായിക്കുന്നത്. ചിലതിപ്പം ഈ വനിതയിലൊക്കെ ചിലപ്പോൾ ഒരു കോളം എഴുതും. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ നല്ല പുസ്തകം ഉണ്ടാക്കാനും പിന്നെ ഇങ്ങനെ ഇപ്പോഴും ഓരോ ചാൻസ് വരുമല്ലോ. അങ്ങനെ വായിച്ച് പഠിക്കുമ്പം കിട്ടുന്നതും പിന്നെ കേൾക്കുന്നതും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതാണ്. ആ രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കുക. ഈ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺവിൻസിങ് ആകുന്നത് ഏത് വിഭാഗത്തിനാണ്? ഒരു സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണോ കൂടുതൽ മനസ്സിലാകുന്നത്, ആണുങ്ങൾക്കാണോ കൂടുതൽ മനസ്സിലാകുന്നത്? ഒരു പ്രശ്നം പരിഹരിക്കാൻ എളുപ്പം ആണുങ്ങളിലാണ്. ആണുങ്ങളുടെ കാരണം സ്ത്രീകളുടെ അടുത്തെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വൈകാരികത ഉള്ളതുകൊണ്ട് പറഞ്ഞാലും പിന്നെയും അങ്ങനെ തന്നെ നിൽക്കും. ആണുങ്ങളോടാണെങ്കിൽ എത്ര കുഴപ്പമാണേലും അല്പം ഒരു റീസണായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുക, ഈ സ്ത്രീകളെ തമ്മിലാണെങ്കിലും യോജിപ്പിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലാണേലും നദികളുടെ സംയോജിപ്പിക്കൽ നോക്കിയിട്ട് അവസാനം ഗവൺമെൻറ് പരാജയപ്പെട്ടു. കാരണം എല്ലാ നദിയുടെയും പേര് പെണ്ണ, കാവേരി, ഗംഗ, യോജിപ്പിക്കാൻ വലിയ പാടാണ്. ആണുങ്ങൾ പിന്നെ ആദ്യത്തെ ഒരു എടുത്തിയാട്ടം ഉണ്ടെങ്കിലും പിന്നീട് കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബോധ്യപ്പെടും. പെണ്ണുങ്ങൾ പറഞ്ഞു തന്നെ വീണ്ടും റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും. പിന്നെ മനസ്സിലിങ്ങനെ മുറിഞ്ഞാൽ അതങ്ങനെ വിങ്ങി അങ്ങ് പോവുക. കാരണം ഒരുപക്ഷെ അവരുടെ ലോകവും അല്പം കൂടി ചെറുതല്ലേ. ആണുങ്ങൾക്ക് ഇത് ഒരു പിന്നെ ലോകം വിശാലമാണല്ലോ. ഒരു കേസ് തീർക്കാൻ എളുപ്പം ആണുങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ അനുഭവത്തിൽ. അച്ഛൻ്റെ അനുഭവത്തിൽ ആണുങ്ങളാണ് കുറച്ചും കൂടി ഈ കേസ് പരിഹരിക്കാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പം. മറ്റുള്ളവരോട് പറഞ്ഞാൽ തന്നെ വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഈ ധ്യാനം നടക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രശ്നം നടക്കുമ്പോൾ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം, ആണുങ്ങളെ ഒന്ന് കളിയാക്കി കഴിഞ്ഞാൽ ഉടനെ അടുത്ത റൗണ്ടിൽ പെണ്ണുങ്ങൾക്ക് ഒന്ന് കൊടുക്കും. ഇത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു കൂടി പരിഭവിച്ച് മാറിക്കളെ ആരെ അങ്ങനെ കൈവിടുന്നില്ല. ഒന്ന് അവിടെ കൊടുത്താൽ ഒന്ന് ഇപ്പുറത്തെ കൂടെ കൊടുത്ത് ബാലൻസ് ചെയ്തേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ചിരി കഴിയുമ്പോഴേക്കും അപ്പുറത്തെ ചിരി ഉടക്കും. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അത് ഒരുമിച്ചുള്ള എന്തെങ്കിലും ഒരു കോമൺ ബിറ്റ് വരുമല്ലോ ഫാമിലി, അപ്പം അവർ ഒരുമിച്ചിരിക്കുന്നുള്ളൂ. അവിടെയാണ് സാധനം ക്ലിക്ക് ചെയ്യുന്നത്. ഇവരെ ഒന്ന് വെൽഡ് ചെയ്യുക.
വരട്ടെ. ഇത് കളിതമാശ പറഞ്ഞു നടക്കുന്ന പെൺകുട്ടിയാണേലും കല്യാണം കഴിഞ്ഞ് 5-6 മാസം കഴിയുമ്പം ഇരുത്തമുള്ള പെണ്ണായിട്ട് മാറും. എത്ര വിളഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനാണേലും പെണ്ണ് കെട്ടി 3 മാസം കഴിയുമ്പം നല്ല പക്വതയും പാകതയുള്ളവനാവും. അതുകൊണ്ടാണ് അപ്പന്മാർ ആമക്കളോട് പറയാറുണ്ട്, പെണ്ണ് കെട്ടട്ടടാ നീ ശരിയായിക്കോളും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ, ശരിയാക്കപ്പെട്ട അപ്പൻ അനുഭവിച്ചിട്ട് പറയുന്നതാ, പെണ്ണ് കെട്ടടാ നീ ശരിയായിക്കോളും. തള്ളമാര് പെമ്മക്കളോട് പറയും, കെട്ടിച്ചു വിടട്ടടി നീ ഒതുങ്ങിക്കൊള്ളും. ഒതുക്കപ്പെട്ട അമ്മ അനുഭവത്തിന്റെ പാഠത്തിൽ നിന്ന് പറയുന്നതാ, ഒതുക്കപ്പെടും. ഒരു യുവതി അമ്മയോട് പറയും, എന്റെ അമ്മ പറഞ്ഞ ചെറുക്കനെ എനിക്ക് കെട്ടാൻ മനസ്സില്ല. അമ്മ ചോദിച്ചു, അതെന്നാടി? ഓ, അവൻ പറയുന്നത് സ്വർഗവും ഇല്ല നരകവും ഇല്ല, എന്നാ പാപം വേണേലും ചെയ്യാം, പരിക്ക് പറ്റാതിരുന്നാ മതി എന്നാണ്. അമ്മ പറഞ്ഞു, പൊന്നു മോളെ ധൈര്യമായിട്ട് നീ അവനെ തന്നെ കെട്ടിക്കൂ. നിന്നെ കെട്ടി 3 ആഴ്ച കഴിയുമ്പം നരകം ഉണ്ടെന്ന് അവൻ ഉറപ്പായിക്കോളും, ഇപ്പൊ സ്വർഗം ഉണ്ടെന്നും അറിയാതെ വിശ്വസിച്ചോളും. ഇതൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത് തന്നെയാണ്. അതെ, ഒത്തിരിയും നമ്മളെ പറയുന്നതിനകത്തൊന്നും കെട്ടുകഥയില്ല. അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും. ഇതെല്ലാം ഏതെങ്കിലും ഒരിടത്തല്ലേ മറ്റിടത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ബസ്സിൽ ആദ്യ നാളുകളിൽ ബസ്സിന് മുൻ സീറ്റിൽ ഭർത്താവും ഭാര്യയും തട്ടി മുട്ടി ഒട്ടി ഉരുമി അടുത്തൊരു യാത്ര. അവിടെ നിന്ന് ഗർഭിണിയായാലോ നീ മുമ്പിലിരുന്നോടി, ഞാൻ പുറകിലുണ്ട് കേട്ടോ. 2 മക്കളായാലോ നീ ആദ്യത്തെ വണ്ടിക്ക് പോക്കോടി, ഞാൻ അടുത്ത വണ്ടിക്ക് പോന്നേക്കാം. ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭർത്താവ് കേട്ടോണ്ട് കിടക്കും. 2-ാം വർഷം കെട്ടിയവൻ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭാര്യ കേട്ടോണ്ട് കിടക്കും. 3-ാം വർഷം രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാർ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ ലഹരി പോയി, വീര്യം പോയെന്നാ പറയാ. അപ്പൊ വീര്യമുള്ള ഒരു കുടുംബമായിട്ട് ദാമ്പത്യം മാറ്റുവാൻ ദൈവം വിളിക്കുക. അച്ഛാ, ഈ പറഞ്ഞ കുടുംബങ്ങളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇപ്പോൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥകളിലൊക്കെ ഒരുപാട് ആൾക്കാരും പെറുക്കാനും അതിൻ്റെ ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പോഴങ്ങനത്തെ ഒരു സംവിധാനങ്ങളില്ല. എങ്ങനെ അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ എന്താണ് ഇത് വർദ്ധിക്കുന്ന സാധ്യതയാണോ ഉള്ളതോ അതോ കുറയ്ക്കാനുള്ള? അത് വർദ്ധിക്കുന്ന സാധ്യതകളാണ്. നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പ് അങ്ങനെയാണ്. കാരണം ഒന്നാമത് ലോകം ചുരുങ്ങിയല്ലോ. ഓരോരുത്തർക്കും രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവുമായിട്ട് 5 മണിക്ക് വരുന്നു, ഒപ്പം പോകുന്ന ഭാര്യയും വരുന്നു. ഒരുമിച്ചുള്ള മണിക്കൂറുകൾ തന്നെ വളരെ കുറവ്. കുഞ്ഞുങ്ങൾക്കാണേലും അപ്പൻ്റെ അമ്മയോട് ഇരിക്കാനുള്ള സമയം കിട്ടുന്നില്ല, കുറവ്. പണ്ട് അമ്മമാരെ വിളിക്കുന്നത് തള്ളക്കോഴി എന്നായിരുന്നു, ചിറകുള്ള തള്ളക്കോഴി. ഇന്ന് തള്ളക്കോഴിയാണ്, പക്ഷെ ചിറയില്ല. കാരണം പൊതിയാനുള്ള ചെറിയ സമയമില്ല, ഭയങ്കര തിരക്കല്ലേ ജീവിതത്തിൽ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷൻ കുടുംബത്തിലുണ്ട്. പണ്ടാണെങ്കിലും ഗ്രാമത്തിൽ കള്ളു കുടിച്ച് മുണ്ടും മുഖി കുത്തി 2 തെറി പറഞ്ഞാലും അതിനുശേഷം ഒരു രമ്യതയുണ്ട്. ഇന്ന് തെറി പറയാനും സമയമില്ല, രമ്യതപ്പെടാനും സമയമില്ല. എല്ലാവരും അവനവനെ ചക്രവാളം വലുതാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ടെൻഷൻ പറഞ്ഞു തീർത്താലേ ടെൻഷൻ തീരുള്ളൂ. അപ്പം പറയാൻ സൗകര്യം കിട്ടാത്തതുകൊണ്ട് വളരെ ഈ സാഹചര്യം നെഗറ്റീവായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം സമയം കണ്ടെത്തി ഇന്നിപ്പം വീക്കെൻഡിൽ ഔട്ടിങ്ങിന് പോയും പിക്നിക്കായിട്ടും തട്ടുകടയിൽ പോയും ഒക്കെ സമയം കണ്ടെത്തി രസിക്കുന്നവരുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പിരിമുറുക്കത്തിനാണ് സാധ്യത. പിന്നെ അഥവാ അല്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലാണ്. അത് തന്നെ. അതെ. പിന്നെ അതല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ സീരിയലിന്റെ മുമ്പിലാണ്. അതെ, നേരെ. അതിപ്പം സമയമില്ല. പൊരുത്തനിങ്ങനെ ഫോൺ വിളിച്ച് പോരുക. അവൻ വന്ന് കയറുന്നത് വേറൊരു വീട്ടിലാണ്. വാഴ മാറിപ്പോയി. ചെന്നപ്പോൾ അവിടുത്തെ കുടുംബനാഥ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ എഴുന്നേറ്റ് വന്ന് ചായ എനിക്ക് കൊണ്ട് കൊടുത്തു. അത് കഴിയുമ്പോഴാണ് ഇത് കെട്ടിയവനല്ലെന്ന് നമുക്കും ഇത് ഭാര്യയല്ലെന്ന് അവനും പിടികിട്ടുന്നത്. കഴിയുമ്പോഴാണ് അത്രയുമാണ് ലോകം. യഥാർത്ഥത്തിൽ സംഭവിക്കാം. ലോകം സീരിയൽ കഥാപാത്രങ്ങളൊക്കെയാണ് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയുള്ളത് അച്ഛൻ വികാരിക്കുന്ന ഈ മേഖലയിൽ ആൾക്കാർ മക്കളൊക്കെ വിദേശത്ത് പോകും. എന്നിട്ട് പ്രായമാകുന്ന ആൾക്കാരെ നോക്കാനോ പെറുക്കാനോ ഒന്നും ഉണ്ടാവില്ല. അത് വേറൊരു കുടുംബത്തിലെ പ്രശ്നങ്ങളായിട്ട്. പക്ഷെ അച്ഛൻ കുറച്ചും കൂടി ദാമ്പത്യ പ്രശ്നങ്ങളിലാണ് അല്ലേ? ഞാൻ എന്നാലും ഒരു ടോക്ക് ഈ മക്കൾ മാതാപിതാക്കളെ ബന്ധങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പ്രായമായ അപ്പനെ നോക്കാനായിട്ട് മക്കൾക്ക് സമയമില്ല. അപ്പം 3 ആൺപിള്ളേരുണ്ട്. 3 പേരും കല്യാണം കഴിച്ച് അടുത്ത് തന്നെ താമസമുള്ളൂ. 85-കാരൻ അപ്പനെ 80-കാരി അമ്മയെ എപ്പോഴും കുളിപ്പിച്ചും തുടപ്പിച്ചും. പക്ഷെ ഈ അടുത്തിടെയായിട്ട് ഇവന്മാർ 3 ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വരാന്തയ്ക്ക് പുറത്ത് പോവുകയല്ല, ഭയങ്കര അടുപ്പം. പറയാം അമ്മയോട് ചോദിച്ചത്, എന്നാ അമ്മച്ചി വീതം വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞോ, അതോ ഗൗരവമുള്ള വല്ല ധ്യാനം പോയി വല്ലതും കൂടിയോ? എന്നാ ഇവർ ഇത്രയും വലിയ മാറ്റം? അല്ല, അമ്മ പറഞ്ഞു ധ്യാനവും കൂടിയില്ല വീതവും പറഞ്ഞില്ല. ഞാനൊരു ടെക്നിക്ക് കാണിച്ചു. അവളുമാർ പോയില്ല. എന്നാന്ന് ചോദിച്ചു. ഞാൻ സുന്ദരിയായ ഹോം നേഴ്സിനെ
അപ്പനെ നോക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവന്മാർ പോകത്തുമില്ല, മുറിക്ക് ചുറ്റും വട്ടത്തിൽ കട്ടിന് ചുറ്റിയിരിപ്പാ. അപ്പൊ അപ്പനെ നോക്കണേ പോലും സുന്ദരി ഹോംനേഴ്സ് വേണം. അങ്ങനെ ലോകത്തിലേക്ക് നമ്മളിന്ന് മാറിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് ഈ നമ്മുടെ കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ കെട്ടിവരുന്ന മരുമോളും അമ്മായിമ്മയും തമ്മിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഇടയിൽ ഭർത്താവ് രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭർത്താക്കന്മാർ കൊടുക്കുന്നതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അച്ഛനെ ഒരു പുതിയൊരു പോയിന്റ് പറഞ്ഞു തരിക. പണ്ട് ഇവര് തമ്മിൽ അടിച്ചോളുമായിരുന്നു. അപ്പൊ ഇവര് ഷട്ടൊക്കെ ഇട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ട് പൂശിയിട്ട് തിരിച്ചു വരാം. ഇവര് തമ്മിൽ അടി വീണ്ടും മൂർച്ഛിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും വന്ന് പരാതി പറയും. രണ്ടുപേരെ ഇവൻ ഒറ്റയ്ക്ക് സമാധാനിപ്പിക്കും. ഇവന്റെ കാര്യം രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ ഈ സംഭവം പോയോടിയിട്ടാണ് ഇവന്റെ മുകളിലേക്ക് ഈ അറ്റാക്ക് വന്നു തുടങ്ങിയത്. സത്യമാണ്. പണ്ടാണെങ്കിലും അമ്മായിയമ്മ നടുക്ക് നിൽക്കാനുണ്ടേ, ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും അമ്മയുണ്ട് നിയമിതപ്പെടുത്താൻ. അതും അന്നൊരു ഗുണമായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും പെട്ടെന്നങ്ങ് മാറുമല്ലേ. ഒരു മൂന്നാമതൊരു നിഷ്പക്ഷമായിട്ട് പറയുന്ന ഒരു മൂന്നാം കക്ഷിയില്ല. വിദേശങ്ങളിലെ പല ദാമ്പത്യത്തിലും പ്രശ്നമേ ഇല്ല, ഉള്ളി പൊളിച്ചതുപോലെ ഉള്ളൂ. രണ്ടുപേരും ഈഗോയാ. പക്ഷെ അതൊന്ന് മയപ്പെടുത്താനൊരു അമ്മയോ അപ്പനോ ഒരു മൂത്തവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട്. അപ്പം അതിനും അങ്ങനത്തുള്ള പ്രായമായവരുടെ സാന്നിധ്യം ഇല്ലായ്മയും യങ് കപ്പിൾസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയും പുതിയ തലമുറയുടെ വളർച്ചയുടെ സ്വഭാവ രൂപീകരണത്തിലും അത് വളരെ ബാധിക്കുന്നുണ്ട്. സാധാരണ അച്ഛൻ്റെ അടുത്ത് ഈ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് പ്രധാനമായിട്ടും ഊന്നുന്ന ഏറ്റവും വലിയ പരാതി എന്താണ്? ഒരു 3-4 പോയിന്റ് ഉണ്ട്. ഒരു വലിയൊരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനക്കുറവാണ്. ബഹുമാനിക്കില്ല. അതായത് പരിഹസിക്കും തന്നെ. ഇപ്പം പണ്ടാണെന്ന് രീതിയിൽ ഭർത്താവിൻ്റെ വരുമാനത്തെ ആശ്രയിച്ച സ്ത്രീയുടെ ജീവിതം. ഇന്ന് അവളും ഈക്വലായിട്ട് ഏൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പഴയകാല വിധേയത്വം എന്ന പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകത്തില്ല. അത് ഒരു പ്രശ്നം. ബഹുമാനമില്ലാതെ ഭർത്താവിനോട് സംസാരിക്കുക, ബഹുമാനമില്ലാതെ ഭാര്യയോട് സംസാരിക്കുക. കുടുംബത്തിൽ ഒരു പെണ്ണായിരിക്കും, എല്ലാവരും ഒരു ദേവിയെ പോലെ ഊന്നൽ കൊടുത്താണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ പുല്ല് വിലയിൽ സംസാരിച്ചു തുടങ്ങും. അതോടെ അവൾക്ക് വെറുപ്പാവും. ഇവനോട് അവളും സംസാരിക്കും. അവൻ നോക്കുന്ന ആൺമേൽക്കോയ്മ കണ്ടുപിടിച്ച് കുടുംബത്തിലെയാണ് ബഹുമാനിക്കുന്നത്. ബഹുമാനക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത് പങ്കുവയ്ക്കലിൻ്റെ കുറവുണ്ട്. ഒരുമിച്ചിരിക്കുന്നില്ല, വർത്തമാനം പറയുന്നില്ല, ആളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ആണുങ്ങൾക്കാണ് ഒട്ടും സമയമില്ലാതെ വരുന്നവർ. ചില ആണുങ്ങൾ വീട്ടിലോട്ട് വരുന്നത് തന്നെ ഈ മൊബൈൽ ഫോണും പിടിച്ചോണ്ടാണ്. 2 ഫോണും പിടിച്ചു വരും. വന്നിട്ട് ടി വിയുടെ മുമ്പിൽ വന്നിരിക്കും, ടി വി കണ്ടുകൊണ്ടിരിക്കും. ഭാര്യയോ മക്കളോ മിണ്ടിയാൽ ഇറിറ്റേഷനാണ്. വലിയ ഗൗരവത്തിലാണ് വാർത്തയും കണ്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥയുണ്ട്. സ്ത്രീക്കാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നു മടുത്തു, അടുക്കളയിലെ പണി എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർക്കും സമയമില്ല. പിന്നെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങും. ഒരു ഷെയറിങ് ഇല്ല. അപ്പം ഷെയറിങ് ഇല്ലായ്മ, ബഹുമാനക്കുറവ്, പിന്നെ സമൂഹത്തിൽ വരുന്ന ഈക്വാലിറ്റിയുടെ ഒരു കൺവിഷൻ, സ്ത്രീ സമത്വം, എന്തിനാ അങ്ങനെയുള്ള ഒരു പടിഞ്ഞാറൻ ചിന്തകൾ പൗരദേശങ്ങളിലേക്ക് വന്നു തുടങ്ങി. ഇതെല്ലാം കൂടെ വരുന്നതാണ്. പലപ്പോഴും ഈ 2-3 പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടെന്ന് വരിക തന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു 15 മിനിറ്റ് ദിവസവും വർത്തമാനം പറ ഒരു മാസത്തേക്ക്. അതിനുശേഷം നമുക്ക് പറയാൻ പോയ സംഭവം സ്ഫോടനാത്മകമാകും. എന്നാലും ഒത്തിരി പരിഹാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കീഴ്പ്പെടണോ അതെയോ തുല്യത വേണോ സമത്വം വേണോ എന്താണ്? അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ അച്ഛന്? അതായത് കീഴ്പ്പെടുക എന്ന് പറയുന്നതും സമത്വം എന്ന് പറയുന്നതിനകത്തൊക്കെ ചില വ്യത്യാസമാണ്. ഇപ്പം ദൈവം മനുഷ്യനെ സമന്മാരായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ചില കാര്യം ചിലക്കല്ലേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് എത്ര നോക്കിയാലും പ്രസവിക്കാൻ പറ്റുകയല്ലോ, അത് സ്ത്രീക്കും ഇല്ലേ? അവിടെ സമത്വമില്ലല്ലോ. ഒരു സ്ത്രീയെ പോലെ ഉറക്കളച്ചൊരു കുഞ്ഞിനെ നോക്കാൻ ആണിന് പറ്റുകയില്ല. ഈ ഉറക്കളയ്ക്കാനും വേദന എടുക്കാനും ഒക്കെയുള്ള കഴിവ് കൂടുതൽ സ്ത്രീക്കാണ്. അപ്പോൾ ചില കാര്യം അവിടെയാണ്. അതായത് ആണുങ്ങളാണെങ്കിൽ അല്പം കൂടെ കാർഷിക പ്രകൃതി, ചിട്ട, ചില ഗൗരവം, ജീവിതത്തിൻ്റെ ഈട്, അത് പുരുഷൻ. അതിലൊപ്പം ഒരു സ്ത്രീ അന്ന് എത്തുന്നില്ല. ചില പെണ്ണുങ്ങൾ ആണിൻ്റെ ഭാവമുള്ളവരുണ്ട്, അത് എക്സെപ്ഷനിലാണ്. 99% എടുത്തു കഴിഞ്ഞാലും ആണിൻ്റെ ശിരസിൻ്റെതായ ചില ഘടനയുണ്ട്. സ്ത്രീക്കൊരു ഹൃദയത്തിൻ്റെതായ സ്നേഹം, കരുണ, ആർദ്രത മറ്റൊരു ഘടനയുണ്ട്. അത് രണ്ടും ഒരുപോലെ വരികയില്ല. ഒന്നൊന്നിനോട് ചേർത്തപ്പോൾ കഴിഞ്ഞാൽ ഇപ്പം പറയല്ലേ, ആധാർ കാർഡും പാൻ കാർഡും കൂടെ ലയിപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടും കൂടി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ പരിഹാരമാണ്. ഇല്ലെങ്കിൽ എല്ലാവരും. ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചത്, ഈ അച്ഛൻ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ കാരിക്കേച്ചറൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത്? ഇത് കാണാറുണ്ടോ ഈ സിനിമയൊക്കെ? ഇത് റോമൻസിനകത്തുള്ള ഭാവമാണ്. ശരി, പടക്കപട അതിങ്ങനെ നമ്മളൊരു ഇത് അവരൊക്കെ ഉദ്ദേശിക്കുന്നൊന്ന് ചിരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ വരുന്ന ചില കാര്യങ്ങൾ ഗൗരവം ആയിട്ടെടുത്ത് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. അതിപ്പം ഒരു കൊമേഴ്സ്യൽ ആറ്റിറ്റ്യൂഡ് നടത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത്
വളരെ ഗൗരവത്തിരുന്ന് കഴിഞ്ഞാൽ ഈ അച്ഛന്മാരെ ആരും ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഫലിതത്തെ ഫലിതമായിട്ട് കണ്ട് അങ്ങ് എടുക്കാമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. ഫലിതമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ എല്ലാത്തിനും ഇതിനും വിമർശിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് അങ്ങനെ ഒത്തിരി വിമർശിക്കുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ വായനയുടെ കുറവും ലോകപരിചയത്തിൻ്റെ കുറവുമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ വ്യക്തിയുടെ അനുഭവത്തിൽ എന്ത് മീഡിയയിൽ വന്നാലും കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് ഇപ്പം പറയുക നിങ്ങൾ കൊണ്ട് ഈ കോഴിയെ കറി വെച്ച് കൂട്ടണം എന്ന് പറഞ്ഞാൽ പപ്പും പൂടയും പിഴയും കൂടെ കറി വെക്കണമെന്നല്ലല്ലോ. എൻ്റെ വിവേകമാണ് കളയേണ്ടത് കൂട്ടേണ്ടത് കൂട്ടുക. അതില്ലാതെ ഇതിനകത്തൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഊന്നൽ കൊടുത്ത് വിമർശിക്കാൻ പാടില്ല. വലിയ വൈകാരികമായിട്ട് എടുത്ത് അതിനോട് വലിയ പ്രതിഷേധം നടത്തേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വ്യക്തിപരമായി എനിക്ക് യാതൊരു താല്പര്യം. എന്നാലും ഈ അച്ഛന്മാർക്കിടയിൽ ഈ കുമ്പസാരമൊക്കെ വരുമ്പോൾ അയ്യോ എന്നെ പിന്നെ ആ ചങ്ങാതിയാണ് ഞാൻ കുമ്പസാരം കേൾക്കാൻ പോകുന്നില്ല കേട്ടോ. കഴിഞ്ഞ മാസം ഞാൻ പെട്ടുപോയതാണ് എന്നൊക്കെ നിങ്ങൾ തമ്മിൽ അങ്ങനെ അല്ല കുമ്പസാരം ഇല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ചിന്ത അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ കുമ്പസാരത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ സത്യം പറയുവാണെങ്കിൽ നമുക്ക് ഒരു യഥാർത്ഥ വൈദികനാണെങ്കിൽ ആ വരുന്നയാളെ എങ്ങനെ സഹായിക്കാം ആ ഒരു ചിന്തയെ വരത്തുള്ളൂ. തന്നെയല്ല എത്രയോ പേർക്ക് അങ്ങനെ ഓർക്കാനുള്ള സാധ്യതകളും അങ്ങനെ ഇല്ല. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞെട്ടിട്ടുണ്ടോ പലപ്പോഴും ചിലവരുടെ പാവങ്ങളൊക്കെ കേട്ടിട്ട്? അല്ല, ചിലപ്പം പ്രമാദമായ ചില കേസുകളൊക്കെ ഒരുപക്ഷെ കോടതിയോ പോലീസോ അറിയാത്തവര് ചിലപ്പം ഒന്ന് ഏറ്റു പറയാം. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരോട് നിങ്ങൾ നിയമത്തിൽ നിന്ന് പോയി കീഴടങ്ങേണ്ടതാണ്, ഇത് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തി വിട്ടിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ചില കേസുകൾ ഇതാണല്ലോ എന്ന് കേസ് നമുക്കറിയാം പത്രത്തിൽ, പിന്നീട് നമ്മളിത് കേൾക്കുന്നു. അപ്പം അങ്ങനെ വരുന്നവരോട് നിയമത്തിന് വഴിയെ പോകണമെന്നും പറഞ്ഞ് തന്നെ എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ പാപമോചനം ഉള്ളൂ. അങ്ങനെ പറഞ്ഞു ഉപദേശിക്കാറുണ്ട്. അങ്ങനെ വിട്ടുള്ള കേസുകളും കീഴടങ്ങിയിട്ടുള്ളവരുമുണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ അവർ ദൈവത്തിന്റെ വഴിക്കല്ലേ വന്നേക്കുന്നത്. അപ്പം അന്ന് പക്ഷെ എന്നാലും അവരുടെ ആ തെറ്റിൻ്റെ വഴി കിടപ്പുണ്ടല്ലോ. അപ്പം അതും കൂടെ അത് തിരുത്തണമല്ലോ. അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ഒരു വഴിയുണ്ടല്ലോ. അത് ദൈവത്തിൻ്റെ വഴി മോചനം കൊടുക്കും, എന്നാലും പ്രവൃത്തിയുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അതതിൻ്റെ വഴിയും കൂടെ അവർ നോക്കണം. അപ്പോൾ ഒരു പൂർണ്ണത, യഥാർത്ഥത്തിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ നിയമത്തിൻ്റെ വഴി കൂടി. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നോട് പറയുക, ഞാൻ 100 രൂപ മോഷ്ടിച്ചു. അപ്പം ചെറിയ പ്രായച്ചിത്തം പറയാണ്, ചെറിയ പ്രാർത്ഥന ചെല്ലി കാഴ്ച വെക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. ആരോടെടുത്തോ 100 അവിടെ തിരിച്ചും കൊടുക്കണം. അത് പ്രവൃത്തിയുടെ പരിഹാരം. പിന്നെ തമ്പുരാനുള്ള രഞ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രായച്ചിത്വം എങ്ങനെ പൂർണ്ണം. ഞാനൊക്കെ പണ്ട് ചെറിയ പ്രായത്തിൽ കുമ്പസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നുള്ള ഈ കുമ്പസാരത്തിന് ചില തട്ടിപ്പുകളും ഞങ്ങൾ പറയും. അതായത് അന്ന് ഈ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തമാശകളുണ്ടായിരുന്നു. അതായത് പശുവിനെ മോഷ്ടിച്ചെന്ന് പറയില്ല, ഒരു കയറ് മോഷ്ടിച്ചുള്ളൂ, അതിൻ്റെ അറ്റത്തൊരു പശു ഉണ്ടായിരുന്നുള്ള കാര്യം ഒരിക്കലും അവണ്ടില്ല. അങ്ങനെ കുമ്പസാരത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ ഒരു നന്മ നിറഞ്ഞ പറയുക, അല്ലെങ്കിൽ 2 സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെയൊക്കെ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സംഭവം കർമ്മനുഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. അതാണോ ഇന്നത്തെ കാലത്തെ പിള്ളേർ ചെയ്യുന്നത്? എനിക്ക് തോന്നി ഇപ്പം കുറച്ചുകൂടി തുറവിയുണ്ട് കേട്ടോ. കാരണം ഒരു വ്യക്തിപരമായ ഒരു കൺവിക്ഷൻ, അപ്പം അതിൻ്റെ രീതിയിൽ ഒത്തിരികൂടെ നല്ല തുറന്ന കുമ്പസാരങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഏറ്റുപറച്ചിലൊക്കെ അനുതാപത്തിൻ്റെ മനസ്സത് വരുന്ന നവീകരണ ധ്യാനങ്ങളും പലതും വന്നപ്പോഴത്തേക്ക് ഒത്തിരി ഒരു അവബോധം അങ്ങനെ വന്നു. പണ്ടൊക്കെ ഒരു പക്ഷേ പഠിച്ച ചില പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലും ചിലൊക്കെ പഠിപ്പിച്ച ചില കാര്യങ്ങളും അങ്ങനെ കാണാപ്പാടം പറയുന്ന പോലെയുള്ള കാലമാണ്. അത് ഇപ്പോൾ ഒത്തിരി പേഴ്സണലായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു അക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥത നമുക്ക് തോന്നാറുണ്ട് അല്ലേ? എനിക്ക് ഒത്തിരി പണ്ടത്തെ അറിയത്തില്ലല്ലോ. അപ്പം നമ്മുടേതായ അനുഭവത്തിൽ ഈ തിരക്കിനിടയിൽ ഒരുപാട് പേർ കുമ്പസാരം കേൾക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ടോ അച്ഛന്? ഉണ്ട്. ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ കേൾക്കണം. ഇപ്പം ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ആശ്രമത്തിലൊക്കെ ആൾക്കാരില്ലാതെ അച്ഛന്മാരില്ലാതെ വരുമ്പോൾ വന്നാൽ കേൾക്കണം. എങ്കിലും മറ്റ് കുമ്പസാരത്തിന് വേണ്ടി തന്നെ സമയം ചെലവഴിക്കുന്ന പ്രായമായ വൈദികരൊക്കെ ഉണ്ട്. അത്രയൊന്നും എനിക്ക് പോകണ്ട, ഞാൻ കൂടുതലും പ്രസംഗത്തിലായതുകൊണ്ട്. എങ്കിലും കേൾക്കാറുണ്ട് ഒരുപാട്.